ഹായ് ഗായ്സ്. നമ്മൾ ഈ വൈൽഡ് ആനിമൽസിനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണല്ലേ. കാട്ടിൽ പോവുക, വൈൽഡ് ആനിമൽസിനെ കാണുക, കുറച്ച് വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക, പറ്റുകയാണെങ്കിൽ അവരെ കൂടെ ഒന്ന് തൊട്ടൊന്ന് ഫോട്ടോ എടുക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വൈൽഡ് ആനിമൽസിന് നേരെ തിരിച്ചായിരിക്കുമല്ലേ ശല്യങ്ങൾ. ഒരു മര്യാദക്കൊന്ന് നിൽക്കാൻ പോലും പറ്റില്ല. വണ്ടികളിങ്ങനെ ഹോൺ അടിച്ച് പോവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റോഡിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഈ വണ്ടിയിട്ട് പോവുക. അപ്പോൾ അവർക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് അവരെങ്ങനെ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യും. സ്വാഭാവികം, നമ്മളും അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചൊറിയണമൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കാട്ടിൻ്റെ ഉള്ളിൽ ഛർദ്ദിക്കാൻ പറ്റില്ല എന്ന്. കാറിൽ കയറി കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഛർദ്ദിക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഉള്ളത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ് കേട്ടോ. അവിടെ പെട്ടെന്ന് അവിടെ നിർത്തിയിട്ട് ഞാൻ ഛർദ്ദിക്കാനുള്ള സ്പേസ് തരികയാണ്. വേഗം ഒരു കാട്ടിൽ കയറി പോവുകയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഛർദ്ദിക്കാൻ പോവുകയാണെങ്കിലും ഫോൺ ഓണാക്കി വെച്ചിരിക്കുകയാണ്. വല്ല പുലിയും വന്ന് വീഡിയോയിൽ പെട്ടാലോ. എല്ലാവരുടെയും ആഗ്രഹമാണ് ഈ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ആനകളെയും മാനിനെയും കണ്ട് മടുത്തിട്ടുണ്ടാവും. എപ്പോഴും പുലി, കടുവ, കരടി ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസിനെ കാണണമെന്ന് സ്വാഭാവികമാണ്. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്. പക്ഷേ പലപ്പോഴും കാണാറില്ല. അത് ചില യാത്രകളിലൊക്കെ വളരെ അപൂർവമായിട്ടാണ് കാണാറ്. ഇവിടെ ഒരുപാട് ടൈഗറുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അത്രത്തോളം ഭാഗ്യമുണ്ടേ. അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇത് അച്ചും ഉബയും കൂടി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ. കാട്ടിൽ നിന്ന് വന്നിട്ട് ആകെ കിട്ടുന്ന ഒരു തണൽ മരം എന്ന് പറഞ്ഞ പോലെയാണ്. കാട്ടിലെവിടെയും നിർത്താൻ പറ്റില്ലല്ലോ, ഫോറസ്റ്റുകാർ വന്ന് ഓടിക്കും. പ്രത്യേകിച്ച് കർണാടക പോലീസ് ഭയങ്കര ചീത്തയാണ്. തമിഴ്നാട് പോലീസിൻ്റെ പോലെ അല്ല.